കർത്താവിൻ്റെ കരുണയിലേക്ക്. കർത്താവെ, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിൻ്റെ കൃപയാണ് എല്ലാറ്റിലും പ്രധാനമെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഏറ്റവും അവസാനം അവിടുത്തെ കാരുണ്യത്തോടു കൂടെയുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം മുന്നോട്ട് പോവില്ല. കർത്താവെ, കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം അതാണ്. ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ തീരുമാനങ്ങളുടെ മേൽ, ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ, ഞങ്ങളുടെ ബന്ധങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഓരോ വഴികളുടെയും മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, ഞങ്ങളുടെ ജോലിയുടെ മേൽ, ഞങ്ങളുടെ പഠനാവസ്ഥകളുടെ മേൽ ഈശോയെ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുക. അവിടുത്തെ കാരുണ്യത്തിലേക്ക് ആശ്രയിക്കുക. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് പോലെ പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കുക. അവൾക്ക് വേണ്ടിയിട്ട് സഹായം അപേക്ഷിച്ച ജനക്കൂട്ടത്തിൻ്റെ വാക്ക് കേട്ടിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയാണ് നടക്കണത്. ശരിക്കും ആ വാക്ക് കേട്ടിട്ട് കർത്താവ് ശിമയോന്റെ വീട്ടിലേക്ക് വരുന്നു, അമ്മായിയമ്മയെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് സൗഖ്യപ്പെടുത്തുന്നു. അടുത്തത് അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് ഈ രോഗികളായിട്ടുള്ള ഓരോരുത്തരെയും അവർ കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് അവൻ എല്ലാവരെയും സുഖപ്പെടുത്തുന്നു. ഉള്ള കാര്യമാണ്. കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ആരെയൊക്കെ നമ്മൾ ചേർത്ത് വെക്കുന്നോ ആ സമയത്തൊക്കെ അവർ ബലം പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കുഞ്ഞുങ്ങൾ ദൂരത്ത് പഠിക്കാൻ പോയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ ജോലിക്ക് പുറം നാടുകളിലാണോ? ചിലരെങ്കിലും നമ്മുടെ ഏറ്റവും സ്നേഹമുള്ള ആളുകൾ രോഗക്കിടക്കയിലാണോ? ചില പ്രയാസങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ടോ? കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് അവരെ ചേർത്ത് വെച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. ഈ രാത്രിയിൽ തന്നെ അവർക്ക് അവിടെ ഇങ്ങനെ അനുഭവം കിട്ടുന്നത് അറിയാൻ പറ്റും. പ്രാർത്ഥിക്കും, നിരന്തരം പ്രാർത്ഥിക്കുക. ഈ ഒരു സുവിശേഷ ഭാഗം നമുക്ക് തരുന്ന പ്രത്യാശ വലുതാണ്. കാരണം അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന എല്ലാവരെയും അവൻ തൊട്ട് സുഖപ്പെടുത്തി. അവരുടെ പ്രാർത്ഥന കേട്ടിട്ടെ ആ കാരുണ്യത്തിലേക്കൊന്ന് ചേർത്ത് വെക്കാനായിട്ട് 4 പേര് ആ തളർവാദ രോഗിയെ കട്ടിലോടുകൂടെ കർത്താവിൻ്റെ മുൻപിലേക്ക് ഇറക്കുന്നൊരു കാഴ്ചയുണ്ടല്ലോ. ആ സമയത്ത് അവരുടെ വിശ്വാസം കണ്ട് അവൻ ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ്റെ കാരുണ്യത്തിലേക്ക് ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് ഇറക്കി കൊടുക്കാൻ, ചേർത്ത് വയ്ക്കാൻ ഈ ഒരു രാത്രി ഉപകരിക്കട്ടെ. അവൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ ഒരുമിച്ച് ചേർത്ത് വയ്ക്കാനായിട്ട് ഈ കരം പിടിച്ചുള്ള പ്രാർത്ഥന, കാരുണ്യത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സഹായിക്കട്ടെ. ദാവീദിൻ്റെ പുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന വലിയ അപേക്ഷയോടുകൂടെ, താഴ്മയോടുകൂടെ അവിടുത്തെ അനുഗ്രഹത്തിനായി നമുക്ക് മുട്ടിന്മേലായിരിക്കാം.